അമേരിക്കയും ഇസ്രയേലും വളരെ ശക്തമായ ആക്രമണം ഇറാനിൽ നടത്തുമെന്ന് വളരെ വലിയ ഭീഷണികൾ മുഴക്കി ഇക്കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അവിടെയുള്ള സിവിലിയൻ സംവിധാനങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാവുന്ന വിഷയമാണ്. എന്നാൽ ഇന്നലെ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് വളരെ വലിയ അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ വൈറ്റ് ഹൗസിന് തന്നെ ട്രംപിന് തന്നെ അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും യുദ്ധകാര്യ വകുപ്പിനും യുദ്ധകാര്യ സെക്രട്ടറിക്കും അങ്ങനെ തുടങ്ങി ഒരു അമേരിക്കൻ ഉദ്യോഗ തലത്തിൽ തന്നെ സൈനികപരമായി വളരെ വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് വന്നത്. അതായത് അമേരിക്കയുടെ F-35 യുദ്ധവിമാനം അടിച്ചിട്ടു, ഇറാൻ വെടിവെച്ച് തകർത്തു കളഞ്ഞു എന്നുള്ളതാണ് ആ വാർത്ത. കാരണം എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും വലിയ പ്രാധാന്യം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്ക എക്കാലത്തും വീറും വാശിയും പിടിച്ച് പറയുന്ന ഞങ്ങളുടെ 5th ജനറേഷനിൽപ്പെട്ട ഈ F-35 യുദ്ധവിമാനം പോലെ ഒരു യുദ്ധവിമാനവും ലോകത്ത് നിർമ്മിക്കപ്പെട്ടിട്ടില്ലെന്നും ഇതാർക്കും തകർക്കാൻ കഴിയുകയില്ലെന്നും അമേരിക്ക എപ്പോഴും അവകാശപ്പെടുന്ന അവരുടെ വലിയ വാദങ്ങളിൽപ്പെട്ട ഒന്നാണ്. അത്തരത്തിലൊരു യുദ്ധവിമാനത്തെ ഇറാൻ പോലെ ഒരു രാജ്യം, അതായത് ചൈനയും റഷ്യയും പോലും തകർക്കാൻ കഴിയാത്ത, ഉക്രൈനിൽ പോലും ഇപ്പോഴും തകർക്കാൻ കഴിയാത്ത, ലോകത്തെവിടെയും തകർത്ത് ചരിത്രമില്ലാത്ത ഒരു US ജെറ്റിനെ ഇറാൻ തകർത്തു എന്ന് പറയുമ്പോൾ വളരെ വലിയ വിഷമവും ബുദ്ധിമുട്ടുമാണ് അമേരിക്കക്കുണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാനിത് സംസാരിക്കുന്ന സമയത്ത് ഇറാനിൽ നിന്ന് ഇത്തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. അമേരിക്കൻ യുദ്ധവിമാനം തകർത്തു എന്നും 2 ക്രൂവിനെ നഷ്ടപ്പെട്ടുവെന്നും ഒരാളെ രക്ഷപ്പെടുത്തിയെന്ന് ഇസ്രയേലി മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കൻ ഉദ്യോഗസ്ഥരെയും ഇസ്രയേലി ഉദ്യോഗസ്ഥരെയും സൈനിക ഉദ്യോഗസ്ഥരെയും ഉദ്ധരിച്ചുകൊണ്ട് ദ ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ക്രൂവിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, മറ്റൊരു ക്രൂവിനായി ഞങ്ങൾ തിരച്ചിൽ തുടരുകയാണ് എന്നാണ്. എന്നാൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും ഇപ്പോഴും ഞാനിത് സംസാരിക്കുന്ന സമയത്ത് വന്നിട്ടില്ല. ഇനി എപ്പോഴാണ്, എങ്ങനെയാണ് അമേരിക്ക ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളത് നോക്കിക്കാണേണ്ടി വരും. കാരണം അമേരിക്ക മുമ്പും ഇറാൻ ഇത്തരത്തിൽ ആക്രമിച്ചിട്ടുണ്ട്, പല ഡ്രോണുകളെയും തകർത്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അമേരിക്ക സ്ഥിരീകരിക്കാറില്ല. കാരണം ഇത്തരത്തിൽ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളെ ഇറാൻ പോലെ ഒരു രാജ്യം തകർത്തു എന്ന് പറയുമ്പോൾ അത് വളരെ വലിയ പ്രത്യാഘാതമാണ്. ആഗോളാടിസ്ഥാനത്തിൽ തന്നെ US യുദ്ധവിമാനങ്ങൾക്കും US ആയുധങ്ങൾക്കും സൃഷ്ടിക്കുക എന്നുള്ളത് നമുക്കറിയാവുന്ന വിഷയമാണ്. അമേരിക്ക ഒരു വലിയ യുദ്ധവിമാനങ്ങളെയും യുദ്ധോപകരണങ്ങളും വിൽക്കപ്പെടുന്ന ഒരു രാജ്യം എന്ന നിലക്ക് അവരുടെ ഇത്തരത്തിലുള്ള സെയിലിനെ തന്നെ ഇത് ബാധിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ മൂടിവെക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്രംപ് പറഞ്ഞത് അവിടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളില്ല, അവർക്ക് എല്ലാ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തകർന്നുപോയി എന്നുള്ളതാണ്. എന്നാൽ 1 മാസം പിന്നിട്ടിട്ടും, 1 മാസം ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തികളെന്നറിയപ്പെടുന്ന US-നോടും ഇസ്രയേലിനോടും ഒരുപോലെ യുദ്ധം ചെയ്തിട്ടും ഇപ്പോൾ 1 മാസത്തിന് ശേഷവും അമേരിക്കൻ യുദ്ധവിമാനം തകർത്തിടുവാനും അമേരിക്കൻ സേനകൾക്കെതിരെ ആക്രമണം നടത്തുവാനും ഇറാന് ശേഷിയുണ്ട്, കഴിവുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഇറാനിൽ നടന്നിരിക്കുന്ന ഈ സംഭവം. എന്നാൽ ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം അമേരിക്കൻ യുദ്ധവിമാനത്തിൻ്റെ പൈലറ്റിനെ മേജർ സ്മിത്ത് ഞങ്ങളുടെ കയ്യിൽ ജീവനോടെ ഉണ്ടെന്ന് അവർ പറയുകയാണ്. ഇനി അമേരിക്ക അടുത്ത നിമിഷം ഇത്തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനം നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ മേജർ സ്മിത്തിനെ ഇറാൻ TV-യിലൂടെ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ അത് ട്രംപിനും അമേരിക്കക്കും തന്നെ ഏറ്റവും വലിയ തലവേദനയായിരിക്കും. ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഒരാളെ കണ്ടെത്തിയിട്ടുണ്ടെന്നും മറ്റൊരാളെ കണ്ടെത്തുവാനുള്ള തിരച്ചിൽ തുടരുകയാണെന്നും പറഞ്ഞ് വാർത്ത കൊടുക്കുകയാണ്. മറ്റൊരാളെയും കൂടി കണ്ടെത്തി കഴിഞ്ഞാൽ അത്തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കളയുമോ എന്ന് പോലും നമുക്ക് ആലോചിക്കാവുന്നതാണ്. കാരണം അമേരിക്കയും ഇസ്രയേലും അത്തരത്തിലാണ്. പക്ഷേ ഇസ്രയേലി മാധ്യമങ്ങളും അമേരിക്കൻ മാധ്യമങ്ങളും എന്തിലധികം റോയിറ്റേഴ്സ് പോലും ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥനെ, സൈനിക ഉദ്യോഗസ്ഥനിൽ നിന്ന് അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം തകർന്നിട്ടുണ്ടെന്നും അതിലുള്ള പൈലറ്റിനായി തിരച്ചിൽ തുടരുകയാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ CNN-ഉം മറ്റ് അമേരിക്കൻ മാധ്യമങ്ങളൊക്കെയും ഈ എയർക്രാഫ്റ്റ് ജെറ്റ് തകർക്കപ്പെട്ടത് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ അമേരിക്കയിൽ നിന്ന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. നിരവധി ഇന്റലിജൻസ് സൈനിക സ്രോതസ്സുകൾ വെളിപ്പെടുത്തുന്നത് ഇത്തരത്തിൽ അമേരിക്കയുടെ ഒരു
യുദ്ധവിമാനം തകർന്നു വീണു എന്ന് തന്നെയാണ്. പക്ഷേ ലോകമാധ്യമങ്ങളൊന്നും ഇത് F-35 ആണോ അതോ F-15 ആണോ എന്നുള്ളത് സംശയിക്കപ്പെടുന്നു. ഇസ്രയേലി മാധ്യമങ്ങൾ പറയുന്നത് പോലെയാണെങ്കിൽ ഒരുപക്ഷെ ഇത് F-15 യുദ്ധവിമാനമാകാനാണ് സാധ്യത. കാരണം 2 ക്രൂകളെ നഷ്ടപ്പെട്ടു എന്നാണ് ദ ടൈംസ് ഓഫ് ഇസ്രയേൽ പോലെയുള്ള ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. F-35 ആണെങ്കിൽ ഇറാനിൽ ബലമായും സംശയിക്കപ്പെടുന്ന F-35 യുദ്ധവിമാനമാണെങ്കിൽ അതിൽ ഒരു ക്രൂ മെമ്പർ മാത്രമേ, ഒരു പൈലറ്റ് മാത്രമേ, ഒരു സീറ്റ് മാത്രമേ അതിലുള്ളൂ എന്നതുകൊണ്ട് ഒരു ക്രൂവിനെ മാത്രമേ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ. എന്നാൽ F-15 ആകാനാണ് സാധ്യത. 2 പേരെ നഷ്ടപ്പെട്ടു എന്ന വാർത്തകളും വരുന്നുണ്ട്. ഇതിനൊക്കെയും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇറാന്റെ സ്റ്റേറ്റ് മീഡിയകൾ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയ ക്രൂവിനെ തിരയുന്ന അമേരിക്കൻ ഇസ്രയേലി യുദ്ധവിമാനങ്ങളുടെയും എയർക്രാഫ്റ്റുകളുടെയും ഹെലികോപ്റ്ററുകളുടെയും വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് തസ്നീം, ഇറാന്റെ വാർത്താ ചാനലായ തസ്നീം റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഹെലികോപ്റ്ററുകളിൽ ഒന്നിനെയും ഇറാൻ തകർത്തു കളഞ്ഞു എന്ന ഒരു വാർത്തയാണ് ഏറ്റവും ലേറ്റസ്റ്റായി വരുന്നത്. ഇത്തരത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രത്യാക്രമണമാണ് അമേരിക്കയും ഇസ്രയേലും നേരിടേണ്ടി വരുന്നത് എന്നുള്ളത് ലോകത്ത് തന്നെ വളരെ വലിയ ചർച്ചയായിരിക്കുകയാണ് എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഞങ്ങൾ ഏറ്റവും വലിയ സേനയാണെന്നും ഞങ്ങളെ തൊടാൻ ആർക്കും ഞങ്ങളുടെ യുദ്ധവിമാനങ്ങളെയും മറ്റുമൊന്നും ആക്രമിക്കുവാനോ ഒരു റഡാറിലും കുടുക്കുവാനോ പറ്റില്ലെന്നും റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഞങ്ങളെ യുദ്ധവിമാനങ്ങളെ തടുക്കാൻ കഴിയില്ലെന്നും ആക്രമിക്കാൻ കഴിയില്ലെന്നും വലിയ വാക്ക് പറയുന്ന അമേരിക്കയെ ഇറാൻ പോലെ ഒരു രാജ്യം കൃത്യമായും വർഷങ്ങളായി വലിയ ഉപരോധം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം അവരുടെ മിസൈൽ സംവിധാനങ്ങളെ കൊണ്ട് അവരുടെ സ്വന്തമായുള്ള അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം കൊണ്ട് അമേരിക്കൻ യുദ്ധവിമാനങ്ങളെ തകർത്തെറിഞ്ഞു, ഇത്തരത്തിൽ ആക്രമിച്ച് വെടിവെച്ചിട്ടു എന്ന് പറയുമ്പോൾ അത് അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ തലവേദനയാണ്. അമേരിക്കക്ക് സ്വന്തം തന്നെ ഞങ്ങൾ ലോകത്ത് വലിയൊരു ശക്തിയല്ലെന്നും ഞങ്ങളെ ആക്രമിക്കാൻ ഇറാൻ പോലത്തെ ഇത്തരത്തിൽ വളരെ വലിയ സാങ്കേതിക വിദ്യയൊന്നുമില്ലാത്തൊരു രാജ്യത്തിന് കഴിയുമെങ്കിൽ ഒരുപക്ഷെ ലോകത്ത് വൻ ശക്തികളോട് ഞങ്ങൾ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ബലഹീനത ഞങ്ങൾക്ക് മനസ്സിലാകുമെന്നും തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് ഇവിടെ കടന്നു പോകുന്നത്. എന്നാൽ ഇത്തരത്തിൽ ചൈനക്കും റഷ്യക്കും പോലും കഴിയില്ലെന്ന് അവകാശപ്പെടുന്ന F-35 പോലെയുള്ള F-15 പോലെയുള്ള യുദ്ധവിമാനങ്ങളെ എങ്ങനെയാണ് ഇറാൻ വെടിവെച്ചിടുന്നത് എന്ന് ലോകാടിസ്ഥാനത്തിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അത് മുതിർന്ന അനലിസ്റ്റുകളൊക്കെയും പറയുന്നത് ഈ റഡാർ സംവിധാനത്തിൽ കുടുങ്ങാത്ത F-35 പോലെയുള്ള യുദ്ധവിമാനങ്ങളിലെ ചില ലൂപ്പോളുകൾ കണ്ടെത്തിയാണ് ഇറാൻ ഇതിനെ ആക്രമിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഈ F-35 പോലെയുള്ളത് റഡാറിൽ കുടുങ്ങുകയില്ലെങ്കിലും ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം അവർ വികസിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഹീറ്റ് പുറത്തുവിടുന്ന F-35 എഞ്ചിൻ എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും ശക്തമായ ഒരുപാട് ഹീറ്റ് പുറത്തുവിടുന്ന ചൂട് പുറത്തുവിടുന്ന ഒരു എഞ്ചിനാണ് F-35 F-15 ഉപയോഗിക്കുന്നത്. ഇത്തരം എഞ്ചിനുകളിൽ നിന്ന് ഒരേ സമയം വളരെ ശക്തമായ ഹീറ്റ് പുറത്തുവിടുന്നത് കൊണ്ട് തന്നെ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഇത്തരത്തിലുള്ള ഹീറ്റുകളെ തിരിച്ചറിയുകയും ഈ ചൂട് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാന മിസൈലുകൾ ആ ഹീറ്റിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ സാങ്കേതിക വിദ്യയാണ് ഇറാൻ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ് ലോകത്തെ അനലിസ്റ്റുകളൊക്കെയും പറയുന്നത്. ഈ ഒരു F-35 യുദ്ധവിമാനം അല്ലെങ്കിൽ ഒരു F-15 യുദ്ധവിമാനം അടക്കം നിരവധി യുദ്ധവിമാനങ്ങളാണ് അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. കുവൈത്തിൽ വെച്ച് നമുക്കറിയാം അവരുടെ ഫ്രണ്ട്ലി ഫൈറ്റിങ്ങിൽ തന്നെ അറിയാതെ 3 F-35 യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിടുകയും വലിയ നാശത്തിലേക്കും നഷ്ടത്തിലേക്കും അമേരിക്ക കൂപ്പുകുത്തുകയും ചെയ്തത്. സൗദി എയർബേസിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിലും മിസൈൽ ആക്രമണത്തിലും നിരവധി എണ്ണ ടാങ്കർ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു പോയതും അതുപോലെ തന്നെ ഒരു സ്പൈ ജെറ്റ് നഷ്ടപ്പെട്ടു പോയതും ലോക വാർത്തകളിൽ അമേരിക്ക പോലും സ്ഥിരീകരിച്ച വളരെ വലിയ ഒരു നഷ്ടം തന്നെയാണ്. മുമ്പ് ഇത്തരത്തിൽ ഒരു F-35 യുദ്ധവിമാനത്തെ ഇറാൻ ആക്രമിക്കുകയും അങ്ങനെ മിഡിൽ ഈസ്റ്റിലെ ഒരു അമേരിക്കൻ ബേസിൽ എമർജൻസി ലാൻഡിംഗ് നടത്തുകയും ചെയ്തതും ലോകമാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതാണ്. ഈ ഒരു F-35 കൂടി ഇറാനിൽ കുറഞ്ഞത് 16 MQ-9 ഡ്രോണെങ്കിലും ഇറാൻ വെടിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. MQ-9 ഡ്രോൺ എന്ന് പറയുന്നത് മില്യൺ കണക്കിന് ഡോളർ വില വരുന്ന
അമേരിക്കയുടെ ഡ്രോൺ സംവിധാനത്തിൽപ്പെട്ട ഒരു ഡ്രോണാണ്. ഇത്തരത്തിൽ 16 എണ്ണമെങ്കിലും ഇറാനിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി വളരെ വലിയ നാശനഷ്ടങ്ങളാണ് ഇറാൻ യുദ്ധത്തിൽ അമേരിക്കക്കും ഇസ്രയേലിനും വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്കക്ക് ബില്യൺ കണക്കിന് ഡോളർ അനാവശ്യമായി ഇസ്രയേലിന് വേണ്ടി നഷ്ടപ്പെടുത്തുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. വരും സമയങ്ങളിൽ ഈ വാർത്തയോട് അമേരിക്ക എത്തരത്തിൽ പ്രതികരിക്കുന്നു എന്നും അമേരിക്കയുടെ പൈലറ്റിനെ ഇറാൻ TV-യിലൂടെ പ്രദർശിപ്പിക്കുമോ, കൂടുതൽ ചിത്രങ്ങൾ അവിടെ നിന്ന് പുറത്തു വരുമോ എന്നുള്ളതൊക്കെ നോക്കിക്കാണേണ്ടി വരും. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.